എന്നിട്ടും അവരൊരിക്കലും ഒരു കോalition ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്തിട്ടില്ല. കാരണം 67 ശേഷം ഒരു കോalition ഗവൺമെന്റ് തമിഴ്നാട്ടിൽ വന്നിട്ടില്ല. വളരെ സീനിയർ ആയിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാര് അടക്കം പിന്നെ ADMK ഉപേക്ഷിച്ച് DMK-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. BJPക്ക് 2 ചോയ്സസ്. ഒന്ന് DMK-യെ തോൽപ്പിക്കുക, 2 BJP-യെ വളർത്തുക. നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇന്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ഒരുപാട് കണ്ടു. ഇപ്പോൾ തമിഴ്നാട് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ ഇത്തവണ പതിവുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നീ 2 മുന്നണികൾ കൂടാതെ നടൻ വിജയ്, സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVK എന്ന പുതിയ ഇലക്ഷൻ എലമെന്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുക എന്നുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തിരഞ്ഞെടുപ്പിന്റെ ചിത്രത്തെപ്പറ്റി സംസാരിക്കാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എത്രയോ ദശാബ്ദങ്ങളായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈയിലെ റെസിഡന്റ് എഡിറ്റർ അരുൺ റാം ആണ് നമ്മോടൊപ്പം ഉള്ളത്. അരുൺ റാം, സ്വാഗതം. ഞാൻ മുഖവരിയിൽ പറഞ്ഞതുപോലെ നേരിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ എന്താണ് സ്ഥിതിവിശേഷം, എന്താണ് ഗതികൾ എന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. അതിനുള്ള 2 കാര്യം ആമുഖമായി ചോദിക്കാനുള്ളത്, ഈ നടൻ വിജയ് വലിയ ആഘോഷത്തോടുകൂടി വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ 1-2 റാലികളെല്ലാം വലിയ വിജയമായി. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹത്തിന് 1-2 റാലികളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അപകടങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റി. അപ്പൊ അദ്ദേഹം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലേക്ക് തമിഴ്നാട് നീങ്ങുന്ന സമയത്ത് റാലികൾ ഒന്നൊന്നായി റദ്ദ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. അതിനെപ്പറ്റി കൂടെ പരാമർശിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പുതിയ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് സ്ഥിതിവിശേഷം വികസിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. താങ്ക് യു വെങ്കടേഷ്. ഒരുപക്ഷെ പോപ്പുലാരിറ്റിയിൽ വിജയ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത്. ഇപ്പൊ ആൾക്കൂട്ടം തലയെണ്ണി നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയ് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി ആകാനും സാധ്യത. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ ക്രൗഡ് പുള്ളിങ് എന്നുള്ളത് ഒരു സംഭവമാണ്. പക്ഷെ അതിന്റെ വോട്ട് കൺവേർഷൻ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് മറ്റൊരു ആർട്ട് തന്നെയാണ്. ഇപ്പൊ വിജയ് ഈ ഇടയ്ക്ക് കടലൂരോ മറ്റോ 1-2 റാലികൾ താമസിച്ചെത്തിയത് കൊണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുനരാരംഭിച്ചു കഴിഞ്ഞു റാലീസും റോഡ് ഷോയും എല്ലാം. ഇന്നിപ്പോ തിരുപ്പൂരിലുണ്ട് അദ്ദേഹം. പൂർവാധികം ശക്തിയോടെ തന്റെ ക്യാമ്പയിൻ തുടരുകയാണ് വിജയ്. അപ്പോ വിജയ് ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അറ്റ്ലീസ്റ്റ് ഗോയിങ് ബൈ സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക്, ഒരു താരം ആണ് വിജയ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പരിണാമം, ഈ ഒരു താര പരിവേഷത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിലേക്കുള്ള ആ ഒരു പരിണാമം എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഓവർനൈറ്റ് ഈ ഫാൻസിനെ നമുക്ക് കാഡേഴ്സ് ആക്കി മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിനൊരു പ്രക്രിയ ഉണ്ടല്ലോ. ഒരു കാഡർ ബേസ്ഡ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടത്താനുള്ള കെൽപ്പും റിസോഴ്സസും വിജയ്ക്ക്, TVKക്ക് ഇനിയും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. അതിലൊരു കാരണം, ഒന്ന് ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർഡം. അതല്ലാതെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു സെക്കൻഡ് ലെവൽ ഓഫ് ലീഡർഷിപ്പ് വേണം, ഒരു പൊളിറ്റിക്കൽ മെച്ചോറിറ്റി വേണം, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി വേണം. അപ്പോൾ ഒന്ന് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നതിന്റെ TVKയുടെ പൊളിറ്റിക്കൽ ഫിലോസഫി മറ്റെല്ലാ പാർട്ടികളുടെയും പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഒരു അമാൽഗമേഷനാണ്. അദ്ദേഹത്തിന്റെ ഐക്കൺസ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാമരാജ്, പെരിയാർ, അംബേദ്കർ, അപ്പൊ മറ്റു പാർട്ടികളുടെയൊക്കെ ബിംബമായി നിൽക്കുന്ന ആ ബിംബങ്ങളെ ഒരു തരത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു പാൻതിയോൺ ഓഫ് ഐക്കോൺസ് അങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് വിജയ് ചെയ്യുന്നത്. വിജയ് പറയുന്നത് ഡ്രവീഡിയനിസം, ഒരു തരത്തിൽ പറഞ്ഞ ഒരു ലെഫ്റ്റിസം ആണ് പറയുന്നത്. ഇത് DMK-യിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അപ്പൊ ഐഡിയോളജിക്കലി
വിജയ്ക്കും ടി വി കെയ്ക്കും പുതുതായി ഒരു നീഷ് കാർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ പക്വതയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരു നേതൃത്വം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് പുതിയൊരു പാർട്ടിയാണ്, അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ചില പാർട്ടികളൊക്കെ ചെയ്യുന്ന, പുതിയ പാർട്ടികൾ ചെയ്യുന്നത് മറ്റു പാർട്ടികളിലുള്ള ചില വെറ്ററൻസിനെ ആകർഷിക്കുക എന്നുള്ളതാണ്. അതും വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ബുസി ആനന്ദ് എന്ന് പറയുന്ന ഒരേ ഒരാളാണ് ആകെ കുറച്ച് അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ പരിചയമുണ്ടെന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലും ടി വി കെയുടെ പരാജയമാണ്. മറ്റൊന്ന്, ഇപ്പൊ ബൂത്ത് ലെവൽ ഏജൻസ്, ഏകദേശം നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജൻസ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. അവിടെയാണ് ഡി എം കെയും AIADMKയും ഏത് കാണാം, ഇപ്പൊ കേരളത്തിലായാൽ CPM-ഉം കോൺഗ്രസും എന്ന് പറയാം, ഒരു വലിയൊരു പരിധി വരെ ഇപ്പൊ BJPയും അവിടെ. അപ്പൊ ബൂത്ത് ലെവൽ ഏജൻസിന്റെ കാര്യത്തിലും ടി വി കെ വളരെ പിന്നോക്കം നിൽക്കുകയാണ്. അവന് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ വിജയ് മറ്റ് രണ്ട് പ്രബലമായ ദ്രാവിഡ പാർട്ടികളിൽ നിന്ന് വളരെ പിന്നിലാണ്. എന്നാൽ ആ ഒരു സ്റ്റാർഡമിന്റെയും പോപ്പുലാരിറ്റിയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റാലിനോടൊപ്പം തന്നെ കടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു എക്സ് ഫാക്ടറായി തന്നെ തുടരുകയാണ്. ഒരു 20% വോട്ടിലധികം ടി വി കെക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു സീറ്റ് കൺവേർഷനിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ കുറെ വോട്ട് ഒരു ഡിസ്റപ്റ്ററായി നിൽക്കാം എന്നുള്ളതല്ല ഉപരിയായി ഒരു വലിയ നമ്പർ ഓഫ് സീറ്റ്സ് MLAs ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ അനാലിസിസ് ഒരുപക്ഷെ തെറ്റാം. അത് തെറ്റണമെന്നുണ്ടെങ്കിൽ വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള, വളരെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വേവ് ഉണ്ടാകണം. അത് എനിക്ക് ഇനിയും ഫീൽ ചെയ്യുന്നില്ല. അല്ല, അപ്പോഴിപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഒരു മൂന്നാം ദ്രാവിഡ മുന്നേറ്റ കഴക സംസ്കാര DMK സർക്കാരിലേക്ക് തന്നെയാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട് 2024 ഈ സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു ഗതിവിഗതികളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അരുൺ തന്നെ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 2026 ഒരുപക്ഷെ തമിഴ്നാട് യഥാർത്ഥത്തിലുള്ള ഒരു മുന്നണി സർക്കാർ, അതായത് ഇപ്പോൾ മുന്നണി സർക്കാരാണ്, പക്ഷെ അതിൽ DMKയുടെ അപ്രമാദിത്വമാണ്. DMKക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊണ്ട് ഭരിക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ളവരെ വേറെ അവരുടെ ഒരു ടോക്കൺ ജസ്റ്ററായിട്ട് മറ്റു പാർട്ടികളെ, കോൺഗ്രസ്, CPM, CPI തുടങ്ങിയ പാർട്ടികളൊക്കെ ടോക്കൺ ജസ്റ്ററായിട്ട് കൂട്ടുകയാണ്. പക്ഷെ അത് മാറിയിട്ട് 2026 ഒരു യഥാർത്ഥത്തിലുള്ള ഇപ്പൊ കേരളത്തിലൊക്കെ ഉള്ളത് പോലുള്ള ഒരു മുന്നണി സർക്കാരിലേക്ക് തമിഴ്നാട് പോകാൻ സാധ്യതയുണ്ട്. 2024 അരുൺ എഴുതിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ DMK ആണോ മുന്നിൽ, അല്ല ഈ DMKക്ക് ഒരു മുന്നണി സർക്കാരിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഇപ്പോൾ DMK ഹാസ് എൻ എഡ്ജ്, അതിൽ സംശയമില്ല. പക്ഷെ ഞാൻ 24 എഴുതിയിരുന്നത് കോalition ഗവൺമെന്റിനെ കുറിച്ചായിരിക്കാം. അതിൻ്റെ ഒരു മുന്നണി സർക്കാർ എന്ന് വെങ്കടേഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മുന്നണിയുണ്ട്, ഒരു കോalition, ഒരു ഇലക്ഷൻ ക്യാമ്പയിന് ഒരു കോalition ഉണ്ട്. എന്നാൽ ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ കോalition ഇല്ല. നമ്മുടെ കേരളത്തിലെ പോലെ UDF-ന്റെയും LDF-ന്റെയും സർക്കാർ പോലെയല്ല. ഇവിടെ DMK മാത്രമാണ് അധികാരത്തിൽ. ഇപ്പോ ഒരു തവണ DMKക്ക് 92 സീറ്റേ കിട്ടിയിരുന്നു. എന്നിട്ട് കോൺഗ്രസിന്റെ 34 പേര് പുറത്തുനിന്ന്, PMKയുടെ ആളുകളും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തു. എന്നിട്ടും അവരൊരിക്കലും ഒരു കോalition ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്തിട്ടില്ല. കാരണം 67 ശേഷം ഒരു കോalition ഗവൺമെന്റ് തമിഴ്നാട്ടിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ അതിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ 2 വർഷം മുമ്പ് എഴുതിയിരുന്നത്. ആ സാധ്യത ഇപ്പോഴും തെളിഞ്ഞു കാണുന്നുണ്ട്. കാരണം 118, 234 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. 118 എന്നുള്ള ഒരു മാജിക്കൽ ഫിഗർ അത് DMKക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെയും മറ്റു ഘടകകക്ഷികളുടെയും ഒക്കെ സപ്പോർട്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ അവരൊരു കോalition ഗവൺമെന്റ് വേണമെന്ന് പറഞ്ഞാൽ അതിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു കോalition ഗവൺമെന്റിന്റെ സാധ്യതകൾ അധികമാകും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ DMKക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന് ഒരുപക്ഷെ ഒരു കാരണം വിജയ് തന്നെ ആയിരിക്കാം. കാരണം ഒരു ക്യൂരിയസ് ഒരു മാട്രിക്സ് ആണ് ഇവിടെ. വിജയ് ഒരു ഡിസ്റപ്റ്ററായി വന്ന് ഒരുപാട് വോട്ട് പിടിക്കാൻ പോകുന്നു. ഒരുപക്ഷെ 15%, അതിൽ കൂടുതലും 20% വോട്ട്. അപ്പൊ ഈ പിടിക്കുന്ന വോട്ടുകളൊക്കെ ഇത് DMKക്ക് എതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസിയുടെ വോട്ടുകളാണ് ഇദ്ദേഹം പിടിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ബാഡ് ന്യൂസ് ഫോർ AIADMK. കാരണം അതിൽ ഒരു ബഹുഭൂരിപക്ഷം വോട്ടുകളും AIADMK BJP സഖ്യത്തിന് പോയി ചേരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെ പ്രസൻസ്
ആന്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ ഡി എം കെക്ക് അതൊരു ഒരു അഡ്വാൻറ്റേജ് ആയി മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡി എം കെക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയാൻ കഴിയും. പക്ഷേ പറഞ്ഞു തുടങ്ങിയതുപോലെ ആ എഡ്ജ് ഒരു 150-160 സീറ്റുകൾ അധികം കരസ്ഥമാക്കിയാൽ മാത്രമേ ഡി എം കെ എന്നുള്ള കക്ഷിക്ക് മാത്രമായ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ദേ വിൽ സ്റ്റിൽ ബി ഡിപെൻഡന്റ് ഓൺ കോൺഗ്രസ്, VCK ആൻഡ് അതേഴ്സ്. ഓക്കെ. ഈ ലോജിക്ക് അപ്പുറത്തെ സൈഡിലും വർക്ക് ചെയ്യും. AIADMK ഒരു പക്ഷേ ഒരു 110 സീറ്റോ 105 സീറ്റോ കിട്ടുകയാണെങ്കിൽ, ഒപ്പം നിൽക്കുന്ന BJPയും PMKയും ജയിച്ച് 118 ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവരും ഡിമാൻഡ് ചെയ്യും. ഓൾറെഡി അമിത്ഷായും എടപ്പാടി പളനിസ്വാമിയും തമ്മിൽ ഒരു ഷാഡോ ബോക്സിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറയുന്നത് NDA ഗവൺമെന്റ് വിൽ ബി ഫോംഡ് ഇൻ തമിഴ്നാട് എന്നാണ്. അതിന് എടപ്പാടി പളനിസ്വാമി പറയുന്നത് AIADMK ലെഡ് ഗവൺമെന്റ് വിൽ ബി ഫോംഡ്, ADMK ഗവൺമെന്റ് വിൽ ബി ഫോംഡ്. അപ്പൊ അതിൽ സെമാറ്റിക്സിൽ തന്നെ ഒരു സ്വരച്ചേർച്ചയുണ്ട്, ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് ADMK പ്രത്യേകിച്ചും ADMK ഈ എടപ്പാടി ഓഫ്കോഴ്സ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് തന്നെ എടപ്പാടി അദ്ദേഹത്തിന്റെ ആധിപത്യം ADMKയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരുപാട് സീനിയർ നേതാക്കന്മാർ ADMK വിട്ടുപോകുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ആ കാഴ്ച കാണുകയുണ്ടായി, ആ തുടർച്ചയുണ്ടായി. ഈ വളരെ സീനിയർ ആയിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാർ അടക്കം പിന്നെ ADMK ഉപേക്ഷിച്ച് DMKയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഈ 110 ഒരു റേഞ്ചിൽ ADMK എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടോ? ഇല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് ഇപ്പോൾ വിരളമായ സാധ്യതയാണുള്ളത്. പക്ഷെ എങ്കിലും ഒരിക്കലും രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരിക്കലും ആരെയും എഴുതി തള്ളാൻ കഴിയില്ലല്ലോ. ഇനിയും ഒരാഴ്ചയോളം സമയമുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സിൽ 1 വീക്ക് ഇസ് എറ്റേണിറ്റി. ഇതിന് AIADMK എഴുതി തള്ളണമായിരുന്നുവെങ്കിൽ നമ്മൾ എഴുതി തള്ളേണ്ടിയിരുന്നത് 2016 ജയലളിത ഭരിക്കുമ്പോഴാണ്. ഡിസംബർ 5 രാത്രി ജയലളിതയോടൊപ്പം AIADMK മണ്ണടിച്ചു പോകുമെന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം അവർക്കൊരു നേതാവില്ല. കാരണം ഒരു ഏകശിലയായ ഒരു മോണോലിത്തിക് ആയിട്ടാണല്ലോ ജയലളിത ഇതിനെ വാർത്തെടുത്തിരുന്നത്. എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ടർബ്യൂലൻസ് എല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എതിരാളികളെ എല്ലാം പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്തുകൊണ്ട് എടപ്പാടി പളനിസ്വാമിക്ക് ആ പാർട്ടിയെ കെട്ടുറപ്പോടെ നിർത്താനും ഒപ്പം തന്നെ ഒരു 36-37% വോട്ട് പിടിക്കാനും കഴിഞ്ഞു. അത് അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ AIADMK എന്നുള്ളൊരു പ്രസ്ഥാനം അങ്ങനെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന ഒന്നൊന്നുമല്ല. അതിന് വളരെ നല്ല വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ്. ഇവർ ഈ തവണയും തോറ്റു കഴിഞ്ഞാൽ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഭാവി എന്താകും എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് AIADMK ഒരു ടഫ് ഫൈറ്റ് കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ ഇരിക്കുന്ന പൊളിറ്റിക്കൽ കോൺഫിഗറേഷൻസ് വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു ഡിസ്റപ്റ്ററിന്റെ കളിയും വെച്ച് നോക്കുമ്പോൾ DMKക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ളതായി തോന്നുന്നു. രണ്ട് കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യണം തോന്നുന്നു. എനിക്കറിയാം അരുണിന് കുറച്ച് തിരക്കുണ്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനിയും ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ പറ്റി പിന്നീട് സംസാരിക്കാം. പക്ഷേ ഞാൻ മുമ്പ് രണ്ട് കാര്യം ചോദിക്കണം. ഈ തമിഴ്നാട്ടിലെ ഈ DMK നയിക്കുന്ന മുന്നണിയെ പറ്റി പറയുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ മതനിരപേക്ഷ സെക്യുലർ പോളിറ്റിക്സിന്റെ ഈ സൈദ്ധാന്തികർ, അതിന്റെ ഉണ്ടാക്കുന്ന ആൾക്കാർ പലത്, അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയുന്നത് തമിഴ്നാട്ടിലെ ഈ അലയൻസ് ആണ് ഒരുപക്ഷെ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാവേണ്ട ഒരു സെക്യുലർ മതനിരപേക്ഷ അലയൻസ് മുന്നണി. അതായത് അതിൽ ഇടതുപക്ഷമുണ്ട്, അതിൽ ദളിത് പക്ഷ പാർട്ടികളുണ്ട്, മുസ്ലിം ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, സെൻട്രിസ്റ്റ് ആയിട്ടുള്ള DMKയുടെ ദ്രവിഡിനിസം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു വലിയ ഒരു റെയിൻബോ ഐഡിയോളജിക്കൽ കൊലിയേഷനാണത്. അത്തരത്തിലുള്ള ഒരു മുന്നണിയാണ് ഒരു ഹിന്ദുത്വക്കെതിരായിട്ടുള്ള സമരം ഇന്ത്യയിൽ നടത്തേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് സൈദ്ധാന്തികമായിട്ടുള്ള പരിപ്രേക്ഷ്യങ്ങൾ ഞാൻ കാണുകയും അതിനെപ്പറ്റി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ട് അരുൺ എന്താണ് പറയുന്നത്? DMKയുടെ ഈ ഒരു റെയിൻബോ അലയൻസ് വെങ്കടേഷ് പറഞ്ഞത് ഇതൊരു കരുണാനിധിയുടെ ഒരു ക്രിയേഷനാണ്, 2006. അപ്പോൾ ഇപ്പോൾ ട്രിപ്പിൾ റെയിൻബോ അലയൻസ് ആണ്. 7-3-21 ആണല്ലോ, 21 പാർട്ടികൾ ഉള്ള ഒരു അലയൻസ് ആണ് ഇപ്പോൾ സ്റ്റാലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അതെ വളരെ ഓൾ ഇൻക്ലൂസീവ് ആണ്.
ഒരു ചിലരൊക്കെ ജോക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു അഭാവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാ പാർട്ടികളും ഉണ്ട്. മുസ്ലിം ലീഗ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ദളിത് പാർട്ടിയുണ്ട്, പ്രമുഖമായിട്ടുള്ള ദളിത് പാർട്ടി തൊൽ തിരുമാവളവന്റെ വിടുതലൈ ചിരുത്തികൾ കക്ഷി, ഒപ്പം CPI CPM, പിന്നെ മുസ്ലിം ഗ്രൂപ്പുകളായിട്ടുള്ള 3-4 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഇതുപോലെ ഈ മുക്കുളത്തൂർ ഇങ്ങനെയുള്ള ചെറിയ കമ്മ്യൂണിറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊരു വളരെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അലയൻസ് തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ ഒരു അരിത്മെറ്റിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല, ഇതിലൊരു കെമിക്കൽ സ്ട്രെങ്ത് കൂടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു കെട്ടുറപ്പുള്ള ഒരു ആന്റൈ BJP ആന്റൈ കമ്മ്യൂണൽ ഫോഴ്സസ് ആയിട്ട് അതിനെ ചിത്രീകരിക്കാനും അതിനെ പ്രൊജക്റ്റ് ചെയ്യാനും അത് വെച്ച് സിംബയോട്ടിക് ആയിട്ട് വർക്ക് ചെയ്യാനും ആ അലയൻസിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാണ് പലപ്പോഴും AIADMK BJP അലയൻസിന് കഴിയാത്തത്. കാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ AIADMKയും BJPയും തമ്മിലുള്ള ഒരു അലയൻസ് ഒരു നാച്ചുറൽ അലയൻസ് എന്ന് പറയാൻ കഴിയില്ല. പൊളിറ്റിക്സിൽ നാച്ചുറൽ അലയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു മിസ്നോമറാണ്, ഒരു ഓക്സിമോറാണ്. കാരണം ഒരു സ്ട്രേഞ്ച് ബെഡ് ഫെല്ലോസ് എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണല്ലോ പൊളിറ്റിക്സ്. പക്ഷേ AIADMK BJP പണ്ട് ഇത് ജയലളിത ജീവിച്ചിരുന്നപ്പോൾ, ജയലളിതയാണ് ആദ്യമായി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുമ്പോൾ ആശംസ അയച്ചത് എന്നതുകൊണ്ട് മാത്രം BJPയും AIADMKയും നാച്ചുറൽ അലൈസ് ആണെന്നുള്ള ഒരു മീഡിയ ക്രിയേഷൻ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് തെറ്റാണ്. കാരണം AIADMKയുടെയും റൂട്ട്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രവിഡിസമാണ്, റാഷണലിസമാണ്. അവർ അതിൽ നിന്ന് വളരെ വ്യതിചലിച്ച് മറ്റെങ്ങോട്ടോ പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഒരു ഇടക്കാല ഒരു റീസെന്റ് രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ AIADMKക്ക് BJP ഒരു ബേർഡനായി മാറിയിരുന്നു. 2021 ഇലക്ഷനിൽ അവർ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ DMKയുടെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് BJPയുടെ B ടീമാണ് എടപ്പാടി പളനിസ്വാമിയുടെ പാർട്ടി എന്നുള്ളത്. അത് ഇത്തവണയും ഇത് തന്നെയാണ് അവരുടെ സ്ലോഗൻ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹം BJPക്ക് 2-3% വോട്ട് മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് BJP നേതാക്കളെ കാണാൻ വേണ്ടി എടപ്പാടി പളനിസ്വാമി അടിക്കടി ഡൽഹിയിൽ പോകുന്നു. കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്തു കൊണ്ടുപോയി അമിത്ഷായോടൊപ്പം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എൻഡോഴ്സ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ AIADMK അവിടെ ഒരുതരം സബ്സർവിയൻസ് ആണ് ഇത് കാണിക്കുന്നതെന്നുള്ള DMKയുടെ ക്യാമ്പയിൻ 2021 ഒരു സക്സസ് ആയിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് 2023 അവര് പിരിഞ്ഞു. AIADMKയും BJPയും പാർട്ടഡ് വേസ്. അത് കഴിഞ്ഞ് വീണ്ടും ഇലക്ഷന് മുമ്പായി കഴിഞ്ഞ വർഷം അമിത്ഷായുടെ ഒരു മൂവായിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഇതൊരു ഏച്ചുകെട്ടി മുഴച്ചിരിക്കുന്ന ഒരു അലയൻസ് കൂടെയാണിത്. അതുകൊണ്ട് തന്നെ പലയിടത്തിലും ഇപ്പോൾ BJPയോടുള്ള അലയൻസ് വെച്ചിട്ട് മുസ്ലിം ആധിപത്യമുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ AIADMKക്കാർ BJPക്കാരെ കൊണ്ടുപോകുന്നില്ല. അത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു അലയൻസിന്റെ കെട്ടുറപ്പ് നോക്കുകയാണെങ്കിൽ DMKക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയും. AIADMKയും BJPയും ഗ്രൗണ്ട് ലെവലിൽ, കാഡേഴ്സ് ലെവലിൽ ഉള്ള കോർഡിനേഷൻ അത്ര കെട്ടുറപ്പുള്ളതല്ല. അതും ഒരു പക്ഷേ DMK അലയൻസിന് അഡ്വാൻറ്റേജസ് അതെ. ഈ പക്ഷേ ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ പറ്റിയിട്ട് രണ്ട് ഭാഗത്തും, അതായത് ഇപ്പോൾ ADMK BJP അലയൻസിൽ BJPക്കുള്ള ഈ ഒരുതരം ഹെജിമണി അല്ലെങ്കിൽ ഒരു മേൽക്കൈയെ പറ്റി ആരും പറയണ്ടായി. പക്ഷേ ഈ BJPയെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു നേതാവായിരുന്നു അണ്ണാമലയെ ഇപ്പോൾ BJPയും ADMKയും ഒരുപോലെ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഈ കോൺഗ്രസിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ വലിയ ഡിമാൻഡ്സ് വെച്ചിരുന്നു സീറ്റ് വിഭജന സമയത്ത്. അതൊക്കെ പിന്നീട് അവസാനം അത് പിറകോട്ട് വലിക്കേണ്ടി വന്നു, സ്വയം പിന്നോട്ട് പോകേണ്ടി വന്നു കോൺഗ്രസിന്. പക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ മഹിളാ കോൺഗ്രസിന് നേതാവിന് സീറ്റ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവര് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ ഒരു പരസ്യമായിട്ട് നമ്മുടെ KC വേണുഗോപാലിന്, അതായത് കോൺഗ്രസിന്റെ ഓർഗനൈസേഷണൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെതിരെ നടത്തിയിട്ടുള്ള വലിയൊരു ആരോപണം, അദ്ദേഹം DMKയുമായിട്ടുള്ള അലയൻസ് തുരങ്കം വെച്ചുകൊണ്ട് അതിനെ അട്ടിമറിച്ചുകൊണ്ട് വിജയമായിട്ട് ഒരു അലയൻസിന് വേണ്ടി TVKയുമായ ഒരു അലയൻസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം. ഈ രണ്ട് തരത്തിലുള്ള, അതായത് ഈ ഇന്റേണൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്, അതായത് ഒരു ഭാഗത്ത് അണ്ണാമലയെ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം, മറുവശത്ത് ഈ കോൺഗ്രസും DMKയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ കോൺഗ്രസിനെ പുറത്താക്കിയ ഒരു നേതാവാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് പുറത്താക്കിയതാണ്. പക്ഷെ എന്നാലും അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ആരോപണം, ഇതിനെ എങ്ങനെയാണ് അരുൺ നോക്കി കാണുന്നത്?
ഇതൊരു ഒരു ആ, രണ്ട് ദേശീയ പാർട്ടികളുടെ ഒരു ഹാപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇത് കാണിക്കുന്നത്. ബി ജെ പിയും കോൺഗ്രസും രണ്ട് ദ്രവീഡിയൻ ജയൻസിന്റെ തണലിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട രണ്ട് ദേശീയ പാർട്ടികളുടെ അവസ്ഥയാണ്. ഇത് ഇത് രണ്ടിനും രണ്ട് ചരിത്രമാണുള്ളത്, രണ്ട് പരിണാമമാണുള്ളത്. കോൺഗ്രസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 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 ഐറണിയുടെ മകുടോദാഹരണമാണ്. 67-ൽ DMK അണ്ണാദുരൈയുടെ പാർട്ടി അധികാരത്തിൽ വന്ന് തൂത്ത് വെളിയിലെറിഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനുശേഷം ഒരിക്കലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴൊക്കെയോ തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ സ്ട്രോക്ക് കരുണാനിധിയുടെ ആയിരുന്നു. 1971 ഇലക്ഷനിൽ അദ്ദേഹം വളരെ വിദഗ്ധമായി അപ്പോൾ ഒന്ന് കോൺഗ്രസ് വിഘടിച്ചു നിൽക്കുന്നു. ഇന്ദിരാഗാന്ധിക്ക് ആ, കരുണാനിധിയുടെ സപ്പോർട്ട് അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ്. കരുണാനിധി ഇന്ദിരാഗാന്ധിയെ കൊണ്ട് ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടു, ഞാൻ കോൺഗ്രസ് ഒരു സീറ്റിൽ പോലും തമിഴ്നാട്ടിൽ മത്സരിക്കില്ല, പകരം MP സീറ്റുകൾ 9 സീറ്റാണെന്ന് തോന്നുന്നു കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആ ഒരു സമയത്ത് അത് സമ്മതിക്കേണ്ടി വന്നു. അതിനുശേഷം കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പ്രധാന കാരണം DMK ആണ്. ആ DMKയുടെ തണലിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതാണ് അതിന്റെ ചരിത്രം. ബി ജെ പി ആകട്ടെ ഒരു വലിയേട്ടൻ നടിച്ചുകൊണ്ട് വെറും 2.3% വോട്ടുള്ള എന്നിട്ട് ഒരു സെന്ററിലുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു മസിൽ ഫ്ലെക്സ് ചെയ്തുകൊണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള വളരെ വലിയൊരു പാർട്ടിയായി AIADMK ചൊൽപ്പിടിക്ക് നിർത്താൻ ശ്രമിക്കുക. ഒപ്പം ആ പാർട്ടിക്ക് വളരാൻ കഴിയുന്നില്ല. അപ്പൊ അണ്ണാമല എനിക്ക് തോന്നുന്നു BJP ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു സാധ്യത ബോസ് അണ്ണാമലയെ പോലെ ഒരു ലൗഡ് ആയിട്ടുള്ള നമ്മുടെ അദ്ദേഹത്തിന് രാഷ്ട്രീയം അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു കാഡേഴ്സിനെ ഒന്ന് ചൊടിപ്പിച്ചെടുക്കാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു പാർട്ടിയെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കാഡേഴ്സ് വേണം. സ്റ്റാലിനെ പോലെയുള്ള വളരെ ആധിപത്യമുള്ള നേതാക്കളെ ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു പാഠവം കഴിഞ്ഞ ഒരു 20-30 വർഷമായി ഞാനിവിടെ ഉള്ള സമയത്ത് ഞാൻ ഇതുവരെ ഒരു BJP പ്രസിഡന്റിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പോൾ അണ്ണാമലയെ പുറത്താക്കിയത് അതിനുള്ള കാരണം എടപ്പാടി പളനിസ്വാമിയും ഗ്രൂപ്പും തന്നെയാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്കാണ്. ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമിത്ഷായുടെ ഒരു സിംഗിൾ പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് DMKയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് രണ്ട് ചോയ്സസ് ആണ്. ഒന്ന് DMKയെ തോൽപ്പിക്കുക, രണ്ട് BJPയെ വളർത്തുക. മൂന്നാമതൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ BJP വളർന്നില്ലെങ്കിലും DMKയെ തോൽപ്പിക്കുക. മൂന്നാമത്തെ ചോയ്സ് ആണ് എനിക്ക് തോന്നുന്നു അമിത്ഷാ ഏറ്റെടുത്തത്, കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കം വാട്ട് മേ ഞാൻ ഇതൊരു സ്യൂസൈഡൽ ആയാലും കുഴപ്പമില്ല DMKയെ തോൽപ്പിക്കുക. അതുമായിട്ട് അണ്ണാമലയ്ക്ക് അതുമായി യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത്. പുറത്തെന്ന് പറഞ്ഞാൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത്. അദ്ദേഹം ഇതിന് പുറത്തു നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ രണ്ട് ദേശീയ പാർട്ടികൾക്കും ആത്യന്തികമായി വളരണമെന്നുണ്ടെങ്കിൽ അവർ ഈ മുന്നണികളിൽ നിന്ന് പുറത്തു വന്ന് സ്വയം പ്രസ്ഥാനങ്ങളെ വളർത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. അത് ഒന്ന് BJPക്ക് ആയിരിക്കും അതിന് കഴിവുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. BJPക്ക് വളക്കൂറുള്ള മണ്ണല്ല ഇവിടെ വളരാൻ. തമിഴ്നാട്ടിലെ ദ്രാവിഡ മണ്ണിൽ വളരുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് BJPക്ക്. എന്നാൽ കോൺഗ്രസിന് അത് കുറച്ചുകൂടെ ഒരു വളക്കൂറുള്ള മണ്ണാണ്. എന്നാലും കോൺഗ്രസിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ലേസിനെസ് കാരണം അത് ചെയ്യാൻ അതിന് കഴിയുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലും മറ്റാളുകളും പ്രവീൺ ചക്രവർത്തിയും മാണിക്യം താക്കൂറും ഒക്കെ വിജയം കണ്ടിരുന്നു. ഇതൊക്കെ ഒരു ഈസി വേ ഔട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്നൊരു കോalition ഉണ്ടാക്കുക പോണ്ടിച്ചേരിയിലും ഇവിടെയും കേരളത്തിലും വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വേണുഗോപാലിന് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരിക്കാം. അതൊന്നും നടപ്പിലായില്ല. കാരണം സോണിയാഗാന്ധിയും സ്റ്റാലിനും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചിട്ട് അത്തരമുള്ള പ്ലാൻസ് ഒന്നും നടക്കണമെന്നില്ല. പക്ഷെ ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസും BJPയും ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ സന്നദ്ധരല്ല. അത് ചെയ്യുന്നിടത്തോളം കാലം ഇവർ രണ്ടുപേരും, ഈ രണ്ട് പാർട്ടികളും, ഈ രണ്ട് ദ്രാവിഡ ജയൻസിന്റെ താഴെ നിന്നുകൊണ്ട് അധികം ഓർഗനൈസേഷനിൽ വളരാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ തന്നെ തുടരും. ഈ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിലെ തമിഴ്നാട് രാഷ്ട്രീയത്തെ പറ്റി ഞാൻ ഈ വിജയുടെ പാർട്ടി ഉണ്ടായ സമയത്തുണ്ടായ ഒരു കോൺസ്പിറസി തിയറി, ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം കേട്ടത്, അതും കൂടെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
ഈ വിജയുടെ പാർട്ടി വന്ന സമയത്ത് ഞാൻ കേട്ടത്, പ്രത്യേകിച്ചും തമിഴ്നാടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വേദികളിൽ നിന്ന് തന്നെയാണ് കേട്ടത്. അതായത് ഇത് ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിലുള്ള ഒരു ഷാഡോ ബോക്സിംഗ്, ജുഗൽബന്ദിയുടെ ഒരു ഭാഗമാണ്. തമിഴ്നാട്ടിലെ ഭാവി രാഷ്ട്രീയം ഈ രണ്ട് ധ്രുവങ്ങളിൽ, അതായത് ഉദയനിധി സ്റ്റാലിൻ ഒരു വശത്തും മറുവശത്ത് വിജയ് എന്ന മട്ടിൽ ഉള്ള ഒരു ബൈപോളർ ആയിട്ടുള്ള, അതായത് DMK ADMK എന്ന് പറയുന്ന പോലെ DMK TVK, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ നയിക്കുന്ന DMK, അത് മറുവശത്ത് വിജയ് നയിക്കുന്ന TVK എന്ന് പറയുന്ന ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയം ടേം പ്രോജക്റ്റ് ആണ് ഇത് എന്നുള്ള രീതിയിൽ. ഇപ്പം വിജയ് ഒരു ഡിസപ്റ്റർ ആണെന്ന് അരുൺ പറയുമ്പോൾ അത് ഒരുപക്ഷെ DMKയുടെ ഒരു ഷോർട്ട് ടേം അജണ്ടയും ഈ പറഞ്ഞ രീതിയിലുള്ള ഭാവിയിലേക്കുള്ള ഈ പുതിയ രണ്ട് ധ്രുവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മീഡിയം ടേം പോളിറ്റിക്സും വികസിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോൺസ്പിറസി തിയറിയുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തെ എങ്ങനെയാണ് അരുൺ കാണുന്നത്? വെങ്കടേഷ്, ഞാൻ ആ ഒരു കൺസ്പിറസി തിയറി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ അത് വളരെ ഒരു ഫാന്റാസ്റ്റിക് തിയറി ആയിട്ട് എനിക്കും തോന്നുന്നു. ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ദാറ്റ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ DMKക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ആ താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പുതിയൊരു ആള് വളർന്നു വരുന്നത് ഏതൊരു പാർട്ടിക്കും വെല്ലുവിളി തന്നെയാണ്. ഇപ്പൊ വിജയുടെ തുടക്കം മുതൽ വിജയ് ആദ്യം തന്നെ പറഞ്ഞത് അത് വളരെ സ്ട്രാറ്റജിക്കലി പെർഫെക്റ്റ് ആയിരുന്നു. DMK ആണ് എന്റെ പ്രൈമറി റൈവൽ എന്ന് അദ്ദേഹം പറഞ്ഞു. BJP എന്റെ ഐഡിയോളജിക്കൽ റൈവൽ എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു കറക്റ്റ് മൂവായിരുന്നു. അപ്പോ DMKയുടെ ഒരു കൺസ്പിറസിയിലൂടെ വന്ന ഒരു ഇതാണെങ്കിൽ അങ്ങനെ അത്ര ഒരു എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാത്രമല്ല, ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ DMKക്ക് വളരെ കൺസേൺ ഉള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ്, കൺസേൺ ഉള്ള ഒരു പീരീഡ് ആണ്. കാരണം ഉദയനിധി എത്രത്തോളം ആ ഒരു സ്റ്റാലിന്റെ വലിയ ഷൂസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ കുറെ കാലം ഇനി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉദയനിധിയുടെ റൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള റൈസ് ആയിരുന്നു. ഒരു 2 വർഷം 3 വർഷത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രി വരെയാണ്. അടുത്ത ഉടനെ മുഖ്യമന്ത്രി ആകാൻ പോകും. എന്നാൽ സ്റ്റാലിൻ 40 വർഷത്തോളം കാത്തിരിക്കേണ്ടത് ഒരു ഗ്രാജുവലിസത്തിന്റെ വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു സ്റ്റാലിൻ. കരുണാനിധി അദ്ദേഹത്തെ എല്ലാ നഴ്സറിയിൽ തന്നെ 5-6 വർഷം പഠിപ്പിച്ച്, പൊളിറ്റിക്കൽ നഴ്സറിയിൽ അങ്ങനെ കൊണ്ടുവന്നതാണ്. അവസാനം മേയറാക്കുന്നു. എന്നിട്ടും അവസാന നിമിഷം വരെയും പാർട്ടി പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കുന്നില്ല, ചീഫ് മിനിസ്റ്റർഷിപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്ന ഒരു ഗ്രാജുവലിസത്തിന്റെ ഒരു ആളാണ് സ്റ്റാലിൻ. 40 വർഷം അദ്ദേഹം പഠിപ്പെട്ടത് 4 വർഷത്തിലധികം എടുത്തില്ല മകന്. അപ്പോ അദ്ദേഹത്തിന്റെ പരിണാമം, ആ ഒരു എവല്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു മെച്ചോറിറ്റി. ഉദയനിധി വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ദർ ഇസ് എ സെൻസ് ഓഫ് മെച്ചോറിറ്റി ദാറ്റ് കംസ് വിത്ത് ഏജ്. അത് അപ്പോൾ ഒരു വിജയ് വേഴ്സസ് ഉദയനിധി എന്നുള്ള ഒരു ഫൈറ്റ് വരികയാണെങ്കിൽ വളരെ രസകരമായിരിക്കും. ഇങ്ങനെ ഒരിക്കലും ഒരു കരുണാനിധി ജയലളിത പോലെ ആവില്ല, ഒരിക്കലും അത് എടപ്പാടി സ്റ്റാലിൻ പോലെ ആവില്ല. ഇതൊരു പുതിയ ജനറേഷന്റെ ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഇതൊരു ബൈപോളർ, ഒരു ട്രൈപോളർ ആയിട്ടാണ് കണ്ടിരുന്നത് 5 വർഷം മുമ്പ്, അണ്ണാമലയും ഉൾപ്പെടെ. അണ്ണാമലൈ ഈസ് ഇൻ ഹിസ് 40s, വിജയ്ക്ക് 51-52 വയസ്സാകുന്നു. അപ്പൊ എല്ലാവരും ഒരു 40-50 വയസ്സിൽ ഉള്ള ഒരു 3 പേരുടെ ഒരു ത്രികോണ ഫൈറ്റ് ഞാൻ ഭാവനയിൽ കണ്ടിരുന്നു. ഇപ്പോ അതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് അവസാന വാക്ക് പറയാറായില്ല. ഇനിയും പറഞ്ഞതുപോലെ ഒരാഴ്ചത്തേക്ക് കൂടെ ക്യാമ്പയിൻ ബാക്കിയുണ്ട്. നമ്മൾക്ക് അതിനിടയിൽ കൂടെ വീണ്ടും അരുണുമായിട്ട് സംസാരിക്കാം. എന്തായാലും വളരെ നന്ദി അരുൺ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പോക്കിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു എന്താണ് ഒരു പൊതുചിത്രം എന്നതും, പിന്നെ പ്രത്യേകിച്ചും ഈ വിജയുടെ റാലികൾ പിന്നെ റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു പുഷ് ഓവറായി മാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ശരിയല്ല, അങ്ങനെ ഒരു വീക്ഷണം ശരിയല്ല എന്ന് ആണ് അരുൺ അടിവരയിടുന്നത്. ഇപ്പൊ എന്തായാലും ഭാവിയിലേക്കുള്ള ഈ കോൺസ്പിറസി തിയറിയുടെ മാനങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. താങ്ക് യു.